ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇത്രയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താക്കി, വീട്ടിലുണ്ടായ പഴയ PVC എല്ലാം ജോയിൻ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ ചൂടി കെട്ടാനാണ് ഉദ്ദേശിച്ചത്. അപ്പം വെറുതെ കിടക്കായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ കാരണം, വീട്ടിലൊരു മണി പ്ലാന്റ് ഞാൻ നട്ടിരുന്നു. അപ്പോൾ അത് ആദ്യം ഉണങ്ങിപ്പോയി എന്ന് കരുതിയതാണ്. പിന്നീട് അതെന്താക്കി, 2 തളിരൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി ആൾ ഉഷാറാവും. അപ്പം അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കി. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഇടാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അറിയാണ്ടിരിക്കുമല്ലോ, ഉണ്ടാവാം. അപ്പോൾ അവർക്കും കൂടി വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഓരോ കാര്യം വിശദീകരിക്കുന്നില്ല. മാക്സിമം ഞാൻ വീഡിയോ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കുകയാണെങ്കിൽ ഇനി മാത്രം പറയാനൊന്നുമില്ലല്ലോ, കണ്ടാൽ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ്, എന്താണ്, എങ്ങനെ ചെയ്യുന്ന രീതിയെല്ലാം. അപ്പോൾ ഇത് ചെയ്യുന്നത് അതിനൊരു ഇതായി, ഇത് ഞാൻ വീടിന് ഫ്രണ്ടിലായിട്ട് വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു കുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ അതിന് മാത്രം വലുപ്പമായിട്ടില്ല. അപ്പോൾ ആവുമ്പോൾ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് കുറച്ച് നേരത്തെ ചെയ്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നത് കുറച്ച് ടൈം എടുത്തിട്ടാണ്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് വലിയ പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ചെറിയ ചിലവിൽ തന്നെ നമുക്ക് ചൂടിക്കയർ കിട്ടും. പിന്നെ ഇപ്പൊക്കെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്ത് പഴയതുണ്ടെങ്കിൽ അത് മതി. പൈപ്പ് നമ്മൾ ഒരിക്കലും എക്സ്പോസ് ചെയ്ത് കാണുന്നതല്ല, ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിന് വലിയ വൃത്തി വേണമെന്നോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ എടുക്കുന്ന ചൂടിക്കയറിൻ്റെ ഇതിലാണ് ആ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയാൽ തന്നെ വേറെ ഇതിലേക്ക് നമുക്ക് പൈസ ചിലവ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇത് നമ്മൾ മണി പ്ലാന്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്കൊക്കെ ഇത് ഉപകാരമായി പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ കാരണം അതുകൊണ്ടൊക്കെയാണ്. മണി പ്ലാന്റ് ഞാൻ ചെടിയോട് കുറച്ച് കൗതുകമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അധികം വീഡിയോ കണ്ടാൽ അറിയാം, മാക്സിമം ചെടിയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം ചെയ്തത്. അപ്പോൾ ഈ ചെയ്യുമ്പോൾ അത് ഞാൻ വീഡിയോ ആക്കി എടുത്തത് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെയ്യുമ്പോൾ ഈ ചൂടിക്കയർ ജോയിൻ്റ് വരുന്ന പീസിൽ ഏകദേശം +Q കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് പറയാൻ കാരണം, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ ഒരു പിടുത്തം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ എൻഡിലും താഴെ ടോപ്പിലായിട്ട് ടൈറ്റായി ഒരു ചെറിയ കട്ടിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മണി പ്ലാന്റ്. ഈ 2 തളിരേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിനി മുന്നോട്ട് വളരാൻ വേണ്ടിയുള്ളതാണ് ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, വീടിൻ്റെ ഫ്രണ്ടേജാണ് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് താഴ്ചയിലാക്കിയിട്ട് കറക്റ്റ് സെൻസൈഡിൽ ടൈറ്റായി നിൽക്കുന്ന രീതിയിലാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഈ ചെറിയ ചട്ടിയിലാണ് ഈ മണി പ്ലാന്റ് വളരുന്നത്. പിന്നെ മണി പ്ലാന്റിനൊക്കെ എന്ത് ചട്ടി, എവിടെയും ചെറുതായിട്ട് നല്ല രീതിയിൽ വളരുന്നൊരു ചെടി കൂടിയാണ് മണി പ്ലാന്റ്. വെള്ളത്തിലിട്ടാലും വളരും, അല്ലെങ്കിലും വളരും. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. അതിൻ്റെയൊക്കെ വളർച്ചയൊക്കെ ശോഷിച്ച പോലെ ഉണ്ടാവും. എൻ്റെ അടുത്ത് തന്നെ വേറൊരു മണി പ്ലാന്റ് ഉണ്ട്, ലേശം ശോഷിച്ച പോലെയാണ്. ഇതാണ് അവസാനത്തെ ഒരു ഔട്ട്പുട്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.